റിട്ടയർഡ് SP സുഭാഷ് ബാബു കൂടി ചേരുന്നുണ്ട്. സാർ, ഈ ലഹരിക്കെതിരെ എക്സൈസും പോലീസും ഇത് ഇപ്പോഴൊന്നുമല്ല, കുറച്ചധികം കാലങ്ങളായി ഇത്തരത്തിൽ സംയുക്തമായ പരിശോധനകൾ നടത്തുന്നുണ്ട്, ഓപ്പറേഷനുകൾ നടത്താറുണ്ട്, ഒരുപാട് തരത്തിലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ലഹരിക്കെതിരെ, മയക്കുമരുന്നിനെയൊക്കെ ശക്തമായ പോരാട്ടം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഒന്നും ആകുന്നില്ല എന്നതാണ് ഈ അടുത്ത കാലങ്ങളിലായി തെളിയിക്കുന്ന ഇത്തരം കേസുകൾ. പ്രത്യേകിച്ച് ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ചെറിയ കുട്ടികളിൽ പോലും ഇത്തരത്തിൽ മയക്കുമരുന്ന് മാഫിയ സജീവമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എവിടെ നിന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും? ഇതിൽ അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് എല്ലാ ഏജൻസികൾക്കും ഇൻഡിപെൻഡന്റ് ആയിട്ടും ഫിയർലെസ് ആയിട്ട്, അതായത് ഭയരഹിതമായിട്ടും കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ശരിക്കും വേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് മെച്ചപ്പെടാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ എന്ത് സംവിധാനം ഉണ്ടാക്കിയാലും ശരി, എല്ലാവരും ആരെയൊക്കെ ഏകോപിപ്പിച്ച് സംയോജിപ്പിച്ച് ചെയ്താലും ഇവരുടെ പ്രവർത്തനം, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക്, അതായത് സ്വതന്ത്രമായിട്ടും ഭയരഹിതമായിട്ടും ചെയ്യാനും അവരുടെ ജോലി കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഇതുവരെ നമ്മൾ കേട്ടില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യം വന്നതിന് ശേഷം ഉദ്യോഗസ്ഥന്മാരെ സ്വതന്ത്രമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി വിന്യസിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് മാറ്റം വരും. അതിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിന് കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിനേക്കാൾ വരെ ഇതിന് അധ്വാനം ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായ ഒരുപാട് സ്വഭാവ ഗുണമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇവർ വിട്ടു കഴിഞ്ഞാൽ കാണാം ഇതിന്റെ പരിണിത ഫലം എന്താന്ന്. ഒന്ന്. രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്കൂളുകളിലെ കുട്ടികളെ മൊബൈൽ കൊണ്ടുവരുന്നത് പരിശോധിക്കാൻ അധ്യാപകര്. ആരാ പറഞ്ഞത്? ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ പാടില്ല അധ്യാപകര്. പറഞ്ഞതാരാ? ബാലാവകാശ കമ്മീഷൻ. അപ്പൊ അതേമാതിരി തന്നെ അവരുടെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട്, നമ്മളെ സംബന്ധിച്ചാൽ അവർ പ്രീപോണ്ടലായിട്ട് കുട്ടികൾക്ക് ബുദ്ധി വികസിക്കണേ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ പഠനം അനുസരിച്ച് 25 വയസ്സ് എത്തണമെന്ന് പറയാം. അപ്പൊ 12 വയസ്സ് അല്ലെ, അത് 10 വയസ്സും 15 വയസ്സും 18 വയസ്സുള്ള കുട്ടികള് പൂർണ്ണ വളർച്ച സമ്പാദിച്ച ബുദ്ധിമാന്മാരും ബുദ്ധിമതികളാണെന്നുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങൾക്ക് ഒരു രീതിയിലും രക്ഷിതാക്കളോ അധ്യാപകരോ സംവിധാനങ്ങളോ ഇടപെടാതെ അവരെ സ്വതന്ത്രമായിട്ട് വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്താ പറയുന്നത് പറഞ്ഞാൽ ഓരോ അവസരത്തിലും അവരുടെ പ്രായപരിമിതിക്ക് അനുസരിച്ചിട്ടുള്ള ഇടപെടലുകൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാതെ പോയത് കൊണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ നിയമ സംവിധാനങ്ങൾ പ്രതികൂലമായി നിന്നതുകൊണ്ട് വരുന്ന ഫലമല്ല ഇത്. ഇതൊന്ന് സ്വന്തമായിട്ട് വിടട്ടെ. ഒന്നര. മൂന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോ ഇതൊക്കെ സംയോജിച്ച് പറയുന്നു. ഇവർക്കൊക്കെ കിട്ടുന്ന വിവരം എവിടെ? ആരെങ്കിലും ലിപ് ടു ലിപ്പ്, അതായത് പറഞ്ഞറിയണം വിവരം. അതല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു സൈബർ സെല്ലിന്റെ സംവിധാനം മാത്രമേ ഉള്ളൂ. എക്സൈസിന് അങ്ങനെ യാതൊന്നുമില്ല. ഇവർക്ക് ഈ അതുണ്ടെങ്കിൽ പോലും പോലീസിന് എത്രമാത്രം ഫലപ്രദമായിട്ട് ഇതിന്റെ ഉന്നത ശ്രേണിയിലേക്ക്, ഇതിന്റെ ഉൽപാദനവും വിപണനവും പ്രധാനപ്പെട്ട് നടക്കുന്ന വ്യക്തികളിലേക്ക് എത്താൻ അവരുടെ രഹസ്യാത്മക രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസും അത് ട്രാൻസാക്ഷൻസും ഇവർക്ക് പിടിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ സംവിധാനം മതിയാവുമോ? പോരാ. അതുകൊണ്ട് ആ ഒരു ഇതിനനുസരിച്ച് തുറന്നു കൊടുക്കുകയും പുതിയ മേഖലകൾ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ആളുകളെ പറയാം. തൽക്കാലം ഇപ്പം ഇതൊക്കെ പ്രതിക്കൂട്ടിലാണ്. പ്രതിക്കൂട്ടിൽ നിന്ന് തൽക്കാലം നിർവഹിക്കപ്പെടാനുള്ള ഒരു ജിമ്മിക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. പക്ഷെ ആത്മാർത്ഥതയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ ഇടപെടൽ അതൊരു ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ കളമശ്ശേരി കേസിൽ തന്നെ ഒരു ഘട്ടത്തിൽ വാദിപ്രതിയാകുന്ന ഒരു ഘട്ടം, അതായത് പോലീസിനെ പഴിചാരുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നല്ലോ. കാരണം അതിൽ ഇടപെട്ടതൊക്കെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉള്ള ആളുകളാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ പോലീസ് പെട്ടുപോകുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ അത്തരത്തിൽ കേസുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം പരിശോധനകൾ നടത്തുമ്പോഴൊക്കെ പോലീസ് പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ലേ? ഇല്ല, പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോ നമ്മളെ പുതിയ പോലീസ് ആക്ട് പ്രകാരം 2010 ശേഷം അവർക്കൊരു സംരക്ഷണ കവചമുണ്ട്. അതായത് പോലീസ് ആക്ടിൽ പറയുന്നത് അവര് ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പൊതുസ്ഥലത്തായാലും സ്വകാര്യ സ്ഥലത്തായാലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അവർക്ക് വീഡിയോ ഗ്രാഫിംഗ് നടത്തി സൂക്ഷിക്കാമെന്നും അത് മറ്റു കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കരുത്. എപ്പോഴെങ്കിലും അവരെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ പരാതികളോ അന്വേഷണമോ വരുന്ന അവസരത്തിൽ അവർക്ക് ഇത് കൊണ്ട്
ഇതിനെ പ്രതിരോധിക്കാനും അതിൽ നിന്ന് അവരുടെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഉപയോഗിക്കാം എന്ന് നിയമം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പം കായംകുളത്ത് MLA-യുടെ മകനെ പിടിച്ചത് സംബന്ധിച്ചിടത്തോളം ആ എക്സൈസ് ഉദ്യോഗസ്ഥനെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ പശ്ചാത്തലത്തിൽ പൊതുവെ വലിയ ഭയാശങ്കകൾ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കളമശ്ശേരിയിൽ നടന്ന അവസരത്തിൽ ആദ്യം മുതൽ ഇതിന് കിട്ടിയ ഇൻഫർമേഷന്റെ ആ പോയിന്റ് മുതൽ മുഴുവൻ കാര്യങ്ങളും ഓഡിയോ വീഡിയോ ഗ്രാഫിംഗ് നടത്തി പോലീസ് സൂക്ഷിച്ചിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഈ കേസുകൾ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൽക്കാലം തടികേടാകാതിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഈ നടപടി എടുക്കുകയും രക്ഷപ്പെടാൻ ഈ പോലീസ് ആക്ട് ഒരു പ്രൊവിഷനുണ്ട്. പക്ഷെ എക്സൈസുകാർക്ക് ആ പ്രശ്നമില്ല. നാർക്കോട്ടിക് വിഭാഗത്തിനും മറ്റേ നാർക്കോട്ടിക് ബ്യൂറോയിലും ഈ സഹായമൊന്നുമില്ല. പക്ഷെ ഇവർക്ക് തൽക്കാലം രക്ഷപ്പെടാൻ ഈ മാർഗമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ കളമശ്ശേരിയിൽ ഇവര് രക്ഷപ്പെട്ടു നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവർക്ക് ഡിഫെൻസീവായിട്ട് ചെയ്യേണ്ട ഒരു അവസരം എപ്പോഴും ഡിഫെൻസീവായിട്ട് ചെയ്യുമ്പോൾ അപകടങ്ങളാണ്, അതിന്റെ വീര്യം കുറയും. അതുപോലെ തന്നെ അവർ കഴിവതും അത്രയും ഉറപ്പില്ലാത്ത കാര്യങ്ങളിലൊന്നും പരീക്ഷണാർത്ഥം കേസുകൾ പിടിക്കാനൊന്നും പോവില്ല. പക്ഷെ ഇവിടെ അത്രയും കൃത്യമായിട്ട് അവർക്ക് ഇത് കൈകാര്യം ചെയ്യാനും അവർക്ക് ഡിറ്റക്ട് ചെയ്യാനും പറ്റും എന്നുള്ളത് കൊണ്ട് പോലീസ് ചെയ്തതാണ്. ഇല്ലെങ്കിൽ ഇവരെ അറച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതേമാതിരി ഇടപെടലുകളാണ് അപകടകരമായ ഇതേമാതിരിയുള്ള നടപടിക്രമങ്ങളെ പ്രതികൂലമാദിക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി സർ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.